ഞാൻ വായിച്ച ചില പുസ്തകങ്ങളെക്കുറിച്ചുള്ള ഒരു തിരനോട്ടമാണ് ഇവിടെ. ഇത് ഗ്രിഗറി ഡേവിഡ് റോബർട്ട്സ് എഴുതിയ ശാന്താറാം. ഇതിൻ്റെ കവർ പേജൊക്കെ നഷ്ടപ്പെട്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം വായിച്ച പുസ്തകമാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ലിൻസെ, അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെയാണ്. അദ്ദേഹം അവിടെ ഓസ്ട്രേലിയയിലെ ജയിൽ ജീവിതത്തിൽ നിന്നും ജയിൽ ചാടി വ്യാജ പാസ്പോർട്ടിൽ ഇന്ത്യയിലേക്ക് എത്തുന്നതും ഇന്ത്യയിലെ അന്നത്തെ ബോംബെയിൽ 1980കളിൽ വന്നിറങ്ങുന്നതുമാണ് ഇതിൻ്റെ തുടക്കം. അദ്ദേഹം ഇവിടെ വരുന്നത് തന്നെ പുതിയൊരു ജീവിതം സ്വപ്നം കണ്ടാണ്. ഇവിടെ എത്തിയതിനു ശേഷം അദ്ദേഹം ബോംബെയിലെ ഏറ്റവും വിഷപ്രസിദ്ധമായ ചേരികളിലാണ് താമസിക്കുന്നത്. അവിടെ ഒരു ക്ലിനിക്ക് നടത്തുന്നു. അദ്ദേഹം ഡോക്ടറൊന്നല്ലെങ്കിലും ഒരു വ്യാജ ഡോക്ടറാണെങ്കിലും അവിടെയുള്ള ചേരി നിവാസികളെ രോഗങ്ങൾ ചില പ്രാഥമിക ശുശ്രൂഷകളൊക്കെ നൽകി അദ്ദേഹം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനിടെ അദ്ദേഹം ഒരുപാട് DDR, പ്രഭാകർ, കാർല, അങ്ങനെ ഒരുപാട് ആളുകളെ അവിടെ കണ്ടുമുട്ടുകയും ചെയ്യുന്നുണ്ട്. ഒരു ചേരിയിലാണ് ജീവിതം തുടങ്ങുന്നതെങ്കിലും പിന്നീട് വളരെ ഒരു ചതിയിലൂടെയോ അല്ലെങ്കിൽ ആകസ്മികമായോ അദ്ദേഹം അവിടെ ജയിലിൽ അകപ്പെടുകയും പിന്നെ പുറത്തുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങളുടെ ഫലമായി അദ്ദേഹം അവിടെ നിന്ന് ജയിൽ മോചിതനാവുകയും പിന്നീട് അദ്ദേഹം നടത്തുന്നതും പിന്നെ അദ്ദേഹം പല പല കള്ളപ്പണ കുറ്റകൃത്യങ്ങൾ, അണ്ടർവേൾഡ്, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ടിവിറ്റീസിലേക്ക് പോകുന്നതാണ് ഈ ഒരു നോവൽ പ്രതിപാദിക്കുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അത് നമ്മളെ വളരെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ബോംബെ ഭീകരാക്രമണത്തിൽ സംഭവത്തിൽ താജ് പോലുള്ള വലിയൊരു ഹോട്ടലിനോടൊപ്പം തന്നെ ബോംബെയിലെ ലിയോപോൾഡ് കഫേ 1871 എന്ന് പറഞ്ഞ കഫേയിലും അന്ന് ആക്രമണം ഉണ്ടായിരുന്നു. അതിൻ്റെ റിപ്പോർട്ടുകൾ ഇന്നും ആ കഫേയിൽ കാണാൻ പറ്റും. ഈ ശാന്താറാം എന്ന പുസ്തകത്തിൽ ലിൻസെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ ഒരുപാട് ആക്ടിവിറ്റീസും എല്ലാം നടക്കുന്നത്, അദ്ദേഹം ഒരുപാട് പേരെ കണ്ടുമുട്ടുന്നതും സംസാരിക്കുന്നതും അദ്ദേഹം സമയം ചിലവഴിക്കുന്നതും ഈ ലിയോപോൾഡ് കഫേയിലാണ്. ഈ കഫേ ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. അതുമാത്രമല്ല ഈ കഫേ ഇപ്പോഴും ഉണ്ട്. നമുക്ക് ഈ കഫേയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ കഫേയിൽ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോഴും അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഭക്ഷണമായിരിക്കും. അതിനപ്പുറം ഇന്നും ആ ഭീകരാക്രമണത്തിൻ്റെ അവശേഷിപ്പുകൾ ആ കഫേയിലുണ്ട്, ബുള്ളറ്റിൻ്റെ പാടുകൾ. അതുപോലത്തെ രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ശാന്താറാം എന്ന് പറയുന്ന പുസ്തകം അവിടെ കൗണ്ടറിൽ ഇപ്പോഴും വാങ്ങിക്കാൻ കിട്ടുമെന്നുള്ളത്. കാരണം ഈ ശാന്താറാം എന്ന നോവലിലെ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് ഈ ഒരു കഫേക്കുണ്ട്. ഇത് ആക്ച്വലി ഒരു സിനിമാറ്റിക് നോവലാണ്. നമുക്കിത് വലിയ പുസ്തകമാണ്. ഇത് 600 പേജ് വരുന്ന വലിയ പുസ്തകമാണ്. ഇത് പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റില്ല. വളരെ സാവധാനത്തിൽ വായിച്ചു തന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ഈ പുസ്തകം മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. ഞാനത് മലയാളമാണ് വായിച്ചിട്ടുള്ളത്. ഇതൊരു ഹീറോയിക്, നമുക്കിത് വായിച്ചു കഴിയുമ്പോൾ ഒരു സിനിമ കണ്ട ഫീലാണ്. അല്ലെങ്കിൽ ഒരാൾ ഓസ്ട്രേലിയയിൽ നിന്ന് ജയിൽ ചാടി വ്യാജ പാസ്പോർട്ട് ഇന്ത്യയിലെത്തുന്നതും അന്നത്തെ ബോംബെ, ഇന്നത്തെ മുംബൈയിൽ അദ്ദേഹം എത്തുന്നതും അവിടെ അദ്ദേഹം അനുഭവിച്ച ജീവിതവുമാണ് ഈ ഒരു നോവൽ. ഇത് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വായിക്കേണ്ട പുസ്തകമാണ്. എനിക്ക് അറിയുന്നത്, ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, കുട്ടി ജോസഫിൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ അവസാന ആ പുസ്തകത്തിലെ ലാസ്റ്റ് അധ്യായത്തിൽ ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ജോസഫ് കുട്ടി ലിയോപോൾഡ് കഫേയിൽ പോയതും അവിടെ ഈ പുസ്തകം ഇരിക്കുന്നതും അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ ഒരു പുസ്തകം വായിച്ചതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് ഞാൻ അറിയുന്നത്. ഞാൻ പിന്നെ ആ പുസ്തകം തേടി പിടിച്ച് DC ബുക്സ് എന്ന് വാങ്ങിക്കുന്നത്. ഇത് വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വായിക്കാം. ഇതിൻ്റെ കവർ പേജൊക്കെ പോയി, സ്റ്റിൽ ഇതിൻ്റെ സോൾ എപ്പോഴും ഇതിലുണ്ട്. സോ നിങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ പുസ്തകത്തിന് എന്തായാലും സാധിക്കും. അല്ലെങ്കിൽ 1980s ഇന്ത്യ എന്തായിരുന്നു, മുംബൈ എന്തായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ പുസ്തകത്തിലൂടെ സാധിക്കും. താങ്ക് യു.